1978 ഓഗസ്റ്റ് 27 ഞായറാഴ്ച തലസ്ഥാന നഗരിലെ ആളുകൾ ഞെട്ടിയുണർന്നത് ഒരു കിഡ്നാപ്പിംഗിന്റെ വാർത്ത കേട്ടാണ്. തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികളെയാണ്. 16 വയസ്സ് മാത്രം പ്രായമുള്ള 2ാം വർഷ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ ഗീത ചോപ്രയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനിയൻ സഞ്ജയ് ചോപ്രയുമാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിയിലെ ക്യാപ്റ്റനായിരുന്ന മദൻ മോഹൻദാസ് എന്ന വ്യക്തിയുടെ മക്കളായിരുന്നു ഈ രണ്ട് വിദ്യാർത്ഥികളും. ഇവര് ദൗലാകുവ എന്ന സ്ഥലത്ത് നിന്നും അടുത്തുള്ള ആകാശവാണി റേഡിയോ സ്റ്റേഷനിലേക്ക് ഒരു പ്രോഗ്രാമിനായി പോവുകയായിരുന്നു. അവരുടെ അച്ഛൻ മദൻ മോഹൻദാസിന് ചില ഔദ്യോഗിക കാര്യങ്ങളാൽ അവരുടെ കൂടെ അന്ന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവര് ടാക്സി വിളിച്ച് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കാണാണ്ടായിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് ശേഷം പിതാവ് തിരിച്ചെത്തിയപ്പോൾ ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. കൃത്യം 8 മണിക്ക് തന്റെ മകളുടെ പരിപാടി കാണാനായിട്ട് അദ്ദേഹം ആകാശവാണി റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് വെക്കുകയാണ്. എന്നാൽ ചില സാങ്കേതിക കാരണത്താല് ഈ പരിപാടി മാറ്റിവെച്ചെന്നാണ് ആകാശവാണി അറിയിച്ചത്. ഇത് കേട്ട് ഇയാള് തന്റെ മക്കളോട് കാത്തിരിക്കാന്ന് കരുതി മക്കളെ വിളിക്കാനായിട്ട് ആകാശവാണി റേഡിയോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി തന്റെ മക്കളെ പറ്റി അന്വേഷിച്ചപ്പോ റേഡിയോ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ വരാത്തതിനാലാണ് ഇന്നത്തെ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നാണ്. അങ്ങനെ ഇയാൾക്ക് ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ഇയാളെ മക്കൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് കരുതി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ മക്കൾ വീട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ മക്കൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം ഇയാൾ അന്വേഷിക്കുകയാണ്. ബന്ധുക്കളുടെ വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലെല്ലാം ഇയാൾ അന്വേഷിക്കുകയാണ്. ഈ കുട്ടികൾ ഇവിടെ ഒന്നും ചെന്നിട്ടുണ്ടായിരുന്നില്ല. ഇവരെവിടെ പോയെന്ന് ആർക്കും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഇതിനോടൊക്കെ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് കുട്ടികളെ മഞ്ഞ ഫിയറ്റ് കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നത് ഒരാൾ കണ്ടിട്ട് ആളത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യം 6:30 മണിക്ക് ഒരു മഞ്ഞ ഫിയറ്റ് കാറിന്റെ ബാക്ക് സീറ്റിലിരുന്ന് രണ്ട് കുട്ടികൾ മുൻ സീറ്റിലിരിക്കുന്നവരായിട്ട് മൽപ്പിടുത്തം നടത്തുന്നത് കണ്ട ഭഗവാൻ സിംഗ് എന്ന ആളാണ് ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. എന്നാൽ ഈ കുട്ടികളെയാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് ഇയാൾ കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. ഇത് കൂടാതെ തന്നെ കാറിന്റെ ബാക്ക് സൈഡിൽ ഇരുന്ന് സഹായത്തിനായി കൈനീട്ടുന്ന ഒരു ആൺകുട്ടിയെ ഇന്ദ്രജിത് സിംഗ് എന്ന ഒരു ആളും കണ്ടിരുന്നു. എന്നാൽ അയാൾ സഹായിക്കാനായ ആ വാഹനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ വാഹനം അവിടെ നിന്ന് എടുത്തു പോവുകയാണ്. എങ്കിലും അയാൾ ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ ആ നമ്പർ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഈ നമ്പർ വെച്ചിട്ട് പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു ഫേക്ക് നമ്പർ ആണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇതൊരു ആസൂത്രിതമായ ഒരു തട്ടിക്കൊണ്ടുപോക്കാണെന്ന് അവർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഈ പോലീസുകാർ ഈ പ്രതികളെ തപ്പി ഇറങ്ങുകയാണ്. എന്നാൽ അവർക്ക് ഒരു തുമ്പും കിട്ടുന്നില്ല. ഇതിനോടകം തന്നെ ഈ കേസിന് നല്ല രീതിക്ക് മാധ്യമ ശ്രദ്ധ കിട്ടുകയാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ചാർജ് എടുത്ത മുറാർജി ദേശായി തന്നെ ഈ കേസിലേക്ക് നേരിട്ട് ഇടപെടുകയാണ്. എന്നാൽ പോലീസുകാർക്ക് ഈ കുട്ടികളെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ എന്തിനാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ഒരു വിവരം ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് 28-ാം തീയതി 6 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരികയാണ്. ഡൽഹി ഔട്ടറിലുള്ള ഒരു കുറ്റിക്കാട്ടിൽ രണ്ട് കുട്ടികളുടെ മൃതദേഹം കിടക്കുന്നുണ്ടെന്നായിരുന്നു ആ കോൾ പറഞ്ഞിരുന്നത്. ആ ഭാഗത്തേക്ക് കന്നുകാലികളെ മേയ്ക്കാൻ പോയ ഒരാളാണ് ഈ വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെ ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ പോലീസുകാർക്ക് ഈ കുട്ടികളാണെന്ന് സംശയം തോന്നുകയാണ്. അങ്ങനെ ഈ മൃതദേഹങ്ങൾ പോലീസുകാർ ആ കുട്ടികളെ മാതാപിതാക്കളെ വിളിച്ചിരുത്തി കാണിച്ച് ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ പോലീസുകാർ ബാക്കി നടപടിക്രമങ്ങളിലോട്ട് കിടക്കുകയാണ്. ഇത് നടന്ന് ഏകദേശം 2 ആഴ്ച എത്തിയിട്ടും പോലീസുകാർക്ക് ഇത് ആരാണ് ചെയ്തതെന്നോ ഈ പ്രതികളെ പറ്റിയുള്ള ഒരു തുമ്പ് പോലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് അത് സംഭവിച്ചത്. അതിബുദ്ധിമാന്മാരായ ഈ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൽക്കട്ടയിലേക്കാണ്. ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ കൽക്കട്ടയിലേക്കുള്ള നേതാജി എക്സ്പ്രസിൽ കയറി രക്ഷപ്പെടാനാണ് തീരുമാനിക്കുന്നത്. അതിനായിട്ട് അവർ തിരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് ഈ നേതാജി എക്സ്പ്രസിന് കൽക്കട്ടയിലേക്ക് പോകണമെങ്കിൽ യമുന നദിയുടെ മുകളിലൂടെയുള്ള പാലം കടക്കണം. അപ്പൊ ഇവർ ചെയ്തത് ഈ പാലത്തില് ഈ ട്രെയിൻ വരുന്നത് സ്ലോ ആയിരിക്കുമെന്ന് അവർക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ഈ പാലത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ട്രെയിൻ ആ വഴിയിലൂടെ പാസ് ചെയ്തതും ഇവർ ആ ട്രെയിനിലേക്ക് ചാടി കയറുകയാണ്. എന്നാൽ അവർ ചാടി കയറുന്ന കമ്പാർട്ട്മെന്റ് ആർമിക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ ഇവർ ഇതിലേക്ക് ചാടി കയറാണ്. ചാടി കയറിയ സമയത്ത് ആർമി ഓഫീസേഴ്സ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇവർ എന്തിനാണ് ഇതിലേക്ക് ചാടി കയറിയത് എന്നുള്ള അന്വേഷണം അവർ ആരംഭിക്കുകയാണ്. അവർ ഈ കുറ്റവാളികളെ കയറി വെച്ച് കെട്ടിവരിഞ്ഞ് ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യലിനൊടുവിൽ അവർ ഈ സത്യം പറയുകയാണ്. അതായത് ഈ രണ്ട് കുട്ടികളെ കൊന്നത് അവരാണെന്ന്. അങ്ങനെ ഈ ചോദ്യം ചെയ്യലാണ് ഈ കൊലപാതകത്തെ പറ്റിയുള്ള ബാക്കി വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിക്കുന്നത്. കുൽജിത് സിംഗ് എന്ന രംഗയും ജസ്ബീർ സിംഗ് എന്ന ബെല്ലയുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഇവരെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവർ മുംബൈയിലെ കൊടും കുറ്റവാളികളായിരുന്നു. അങ്ങനെ ഒരു ഫിയറ്റ് കാർ മോഷ്ടിച്ച് അവര് ഡൽഹിയിലേക്ക് വരികയാണ്. അങ്ങനെ ഡൽഹിയിലെത്തി ഇവർക്ക് കാശിന് അത്യാവശ്യം വരികയാണ്. ഈ സമയത്താണ് ഈ രണ്ട് വിദ്യാർത്ഥികൾ ആകാശവാണി സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഇവരെ വേഷവിധാനങ്ങൾ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലെ കുട്ടികളാണ്, ഇവരെ തട്ടിക്കൊണ്ടുപോയി വില പേശിയാല് കുറച്ച് കാശ് ലഭിക്കുമെന്ന ചിന്തയിലാണ് ഇവർ ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഈ കാറിൽ കയറിയ വിദ്യാർത്ഥികൾക്ക് കുറച്ചു ദൂരം എത്തിയപ്പോൾ തന്നെ അവര് ചതി മനസ്സിലാകുകയാണ്. അങ്ങനെ ഇവർ പ്രതിരോധിക്കുകയാണ്. അങ്ങനെ പ്രതിരോധിക്കുന്നതിന്റെ ഇടയ്ക്ക് രംഗയ്ക്ക് മുറിവേക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിലെ ഒരു ക്യാപ്റ്റന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവർ വെച്ച് വില പേശിയാല് അധികം പൈസ ഒന്നും ലഭിക്കാനില്ല. ഇത് മനസ്സിലാക്കി അവര് ഈ വിദ്യാർത്ഥികളെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്.
എന്നാൽ ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ശക്തമായ പ്രതിരോധം തന്നെ ഈ രണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിലെ ഒരു ക്യാപ്റ്റന്റെ മക്കളായതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് അസാമാന്യമായ ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് ഡ്രൈവിംഗ് സീറ്റിൽ ഇടുന്ന ബില്ലിയുടെയും അടുത്തിരുന്ന രംഗയുടെയും മുടി പിടിച്ചു വലിക്കുകയും അതുപോലെ തന്നെ അവർ അടിക്കുകയും ചെയ്ത് പരമാവധി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അവരുടെ പരിശ്രമമൊന്നും വിജയം കാണുന്നില്ല. അങ്ങനെ ഇവര് ഈ കുട്ടികളെയും കൊണ്ട് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിയ ശേഷം കുട്ടികളെ ആ കാട്ടിലേക്ക് വലിച്ചയച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ അവിടെയും ഈ കുട്ടികൾ പ്രതിരോധം തീർക്കുന്നുണ്ട്. അതിലൂടെ രംഗക്ക് പരിക്കേൽക്കുകയാണ്. അങ്ങനെ ഈ പരിക്കുപറ്റിയിൽ ദേഷ്യം വന്ന രംഗ ആൺകുട്ടിയെ കൊന്നുകളയാൻ ബില്ലിയോട് പറയുകയാണ്. എന്നാൽ ഒരു വെട്ടിയതിനു ശേഷം ബില്ലിക്ക് ആ വിദ്യാർത്ഥിയെ കൊല്ലാനായിട്ട് മനസ്സ് വരുന്നില്ല. എന്നാൽ ഇത് കണ്ട രംഗ ബില്ലിയുടെ കയ്യിൽ നിന്ന് വാള് മേടിച്ചിട്ട് ഈ കുട്ടിയെ തലങ്ങും വിലങ്ങും വെട്ടുകയാണ്. ഈ 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയെ രംഗ അതിക്രൂരമായി 21 വെട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ഇരുവരും ചേർന്ന് ഗീതയെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചയച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് മാനഭംഗപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ കുട്ടിയെയും അവർ മൃഗീയമായി തന്നെ കൊലപ്പെടുത്തുകയാണ്. 7 മുറിവുകളാണ് ഗീത ചോപ്രയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവര് വിവരണം കേട്ട പോലീസുകാര് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ 1982 തിഹാർ ജയിലിൽ വെച്ചിട്ട് ഈ 2 പ്രതികൾക്കും വധശിക്ഷ നടപ്പാക്കുകയാണ്. ഇതിനു മുമ്പ് 1981 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഈ വിദ്യാർത്ഥികൾക്ക് മരണാനന്തര ബഹുമതിയായിട്ട് കീർത്തിചക്ര നൽകി ആദരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ അടുത്ത വർഷം മുതൽ കുട്ടികളുടെ ധീരത അവാർഡിന്, അതായത് ആൺകുട്ടികളുടെ ധീരത അവാർഡിന് സഞ്ജയ് ചോപ്ര അവാർഡ് എന്നും പെൺകുട്ടികളുടെ ധീരത അവാർഡിന് ഗീത ചോപ്ര അവാർഡ് എന്നും പേര് നൽകുകയാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ കഥ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കഥകളൊക്കെയാണ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അടുത്തായിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ കഥയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു കഥയുമായി കാണാവുന്ന പ്രതീക്ഷയിൽ ദിസ് ഇസ് മീ ഷാഹിർ സൈനിങ് ഓഫ്.